കൊച്ചിയിലെ റോഡുകളും ദേശീയപാതയും തകർന്ന സംഭവത്തിൽ സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് ഹൈക്കോടതി. ദേശീയപാത തകർന്നതിൽ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം. കൊടുങ്ങല്ലൂർ മുതൽ കരൂപ്പടന പാലം വരെ BMBC ടാറിടൽ മഴയ്ക്ക് മുമ്പ് പൂർത്തിയാക്കാൻ KSTP തിരക്കിട്ട ശ്രമം തുടങ്ങി. നേരത്തെ നിശ്ചയിച്ചിരുന്ന കരാർ ഉടമ്പടികളിൽ BMBC ടാറിടൽ ഉൾപ്പെട്ടിരുന്നില്ല. കുഴൂരിലെ സ്കൂളുകൾക്ക് ആശ്വാസമാകാൻ പഞ്ചായത്ത്. കുഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രദേശത്തേക്ക് KSRTCയുടെ ഗ്രാമവണ്ടി ഒരുക്കുന്നു. മീഡിയ ടൈം പ്രത്യേക വാർത്താ പരമ്പര ആനവണ്ടിയെ ആര് രക്ഷിക്കും? നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. കൊച്ചിയിലെ റോഡുകളും ദേശീയപാതയും തകർന്ന സംഭവത്തിൽ സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് ഹൈക്കോടതി. മഴ തുടങ്ങിയതോടെ സംസ്ഥാനത്ത് പല സ്ഥലത്തും വെള്ളക്കെട്ടാണെന്ന് ഹൈക്കോടതി വിമർശിച്ചു. ദേശീയപാത തകർന്നതിൽ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കാൻ ദേശീയപാത അതോറിറ്റിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തു. മഴ തുടങ്ങിയതോടെ സംസ്ഥാനത്ത് പല സ്ഥലത്തും വെള്ളക്കെട്ടാണെന്ന് ഹൈക്കോടതി വിമർശിച്ചു. റോഡ് നിർമ്മിക്കാൻ ഫണ്ടില്ല എന്ന് പറയുന്നത് ലജ്ജാകരമാണെന്ന് കുറ്റപ്പെടുത്തിയ കോടതി സർക്കാർ ചടങ്ങുകൾക്ക് പണം ചെലവാക്കുന്നുണ്ടല്ലോ എന്നും ചോദിച്ചു. ഇടക്കാല റിപ്പോർട്ട് നൽകാൻ ദേശീയപാത അതോറിറ്റിക്ക് നിർദ്ദേശം. ലോകത്തെ മികച്ച നഗരങ്ങളിൽ ആളുകൾ നടന്നാണ് യാത്ര ചെയ്യുന്നത്. ഇവിടെ എന്തുകൊണ്ടാണ് അത് സാധിക്കാത്തതെന്ന് കോടതി ചോദിച്ചു. ആളുകൾ കുഴിയിൽ വീണ് മരിച്ചാൽ ആര് ഉത്തരവാദിത്തം ഏറ്റെടുക്കുമെന്നും കോടതി ചോദിച്ചു. 10 ലക്ഷം നഷ്ടപരിഹാരം കൊടുത്ത് ഒത്തുതീർപ്പാക്കിയില്ലെന്നും കോടതി ചോദ്യം ഉന്നയിച്ചു. എല്ലാ വർഷവും കോടതിയെ കൊണ്ട് ഇത് പറയിപ്പിക്കുകയാണ്. റോഡുകൾ നന്നാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ എഴുതി തരൂ, ബാക്കി കോടതി നോക്കിക്കൊള്ളാമെന്നും ഹൈക്കോടതി പറഞ്ഞു. കൊച്ചിയിലെ റോഡുകൾ തകർന്ന സംഭവത്തിലായിരുന്നു കോടതിയുടെ വിമർശനം. ദേശീയപാത തകർന്നതിൽ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കാൻ ദേശീയപാത അതോറിറ്റിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തു. സംഭവിച്ചത് എന്താണ് എന്ന് ഇടക്കാല റിപ്പോർട്ടിലൂടെ കൃത്യമായ മറുപടി നൽകണമെന്നാണ് നിർദ്ദേശം. അടുത്ത വ്യാഴാഴ്ച ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. കരാറുകാരനെ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തിയെന്ന് ദേശീയപാത അതോറിറ്റി കോടതിയെ അറിയിച്ചു. തകർന്നത് ആളുകൾ ഏറെ കാലമായി ക്ഷമയോടെ കാത്തിരുന്ന പദ്ധതിയിലെ റോഡാണെന്നും കോടതി ചൂണ്ടിക്കാണിച്ചു. മീഡിയ ടൈം, കൊച്ചി. കൊടുങ്ങല്ലൂർ മുതൽ കരൂപ്പടന പാലം വരെ BMBC ടാറിടൽ മഴയ്ക്ക് മുമ്പ് പൂർത്തിയാക്കാൻ KSTP തിരക്കിട്ട ശ്രമം തുടങ്ങി. നേരത്തെ നിശ്ചയിച്ചിരുന്ന കരാർ ഉടമ്പടികളിൽ BMBC ടാറിടൽ ഉൾപ്പെട്ടിരുന്നില്ല. ഇതിന് പുതിയ എസ്റ്റിമേറ്റും കരാറും വേണ്ടിവരുമെന്നാണ് അറിയുന്നത്. റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന കൊടുങ്ങല്ലൂർ ഷൊർണൂർ കോൺക്രീറ്റ് റോഡിന്റെ കൊടുങ്ങല്ലൂർ നഗരസഭാ പ്രദേശത്തെ 5 കിലോമീറ്റർ കോൺക്രീറ്റ് ഒഴിവാക്കി BMBC ടാറിടാൻ ഫണ്ടിംഗ് ഏജൻസിയായ ജർമ്മൻ ബാങ്കിൽ നിന്ന് അനുവാദം ലഭിച്ചതോടെയാണ് മഴക്കാലത്തിന് മുൻപേ പൂർത്തിയാക്കാൻ ശ്രമം. ഇത് സംബന്ധിച്ച് നിർമ്മാണ കമ്പനിയുമായി KSTP അവസാനവട്ട ചർച്ചകൾ നടത്തി വരികയാണ്. നേരത്തെ നിശ്ചയിച്ചിരുന്ന കരാർ ഉടമ്പടികളിൽ BMBC ടാറിടൽ ഉൾപ്പെട്ടിരുന്നില്ല. ഇതിന് പുതിയ എസ്റ്റിമേറ്റും കരാറും വേണ്ടിവരുമെന്നാണ് അറിയുന്നത്. DBM മഴയ്ക്ക് മുമ്പും രണ്ടാം ഘട്ടമായ BC മഴയ്ക്കു ശേഷവും തീർക്കാനാണ് പദ്ധതി. ഈ ഭാഗത്ത് റോഡിന് വീതി കൂട്ടുന്നതിന് സ്ഥലം ലഭിക്കാത്തതും നിർമ്മാണം നടക്കുമ്പോൾ ഗതാഗതം തിരിച്ചുവിടാൻ കഴിയാത്തതുമാണ് കോൺക്രീറ്റ് ഒഴിവാക്കാൻ കാരണം. അതേസമയം 4.5 കിലോമീറ്റർ വരുന്ന റോഡിനടിയിലൂടെയുള്ള കാലഹരണപ്പെട്ട 500 mm കാസ്റ്റ് അയൺ പൈപ്പ് ലൈൻ മാറ്റി സ്ഥാപിക്കാതെ കോടികൾ ചെലവിട്ട് പുനർനിർമ്മിക്കുന്ന റോഡ് പൈപ്പ് ലൈനിലെ ചെറിയ ചോർച്ചയ്ക്ക് പോലും വെട്ടിപ്പൊളിക്കേണ്ടി വരും. മീഡിയ ടൈം, വെള്ളാങ്കല്ലൂർ. ഇനി മീഡിയ ടൈം പ്രത്യേക വാർത്താ പരമ്പരയാണ് ആനവണ്ടിയെ ആര് രക്ഷിക്കും? സ്കൂൾ തുറക്കുകയും പൊതുഗതാഗതം ചോദ്യചിഹ്നമാവുകയും ചെയ്യുന്ന അവസ്ഥയിൽ കുഴൂരിലെ സ്കൂളുകൾക്ക് ആശ്വാസമാകാൻ പഞ്ചായത്ത്. കുഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രദേശത്തേക്ക് KSRTCയുടെ ഗ്രാമവണ്ടി ഒരുക്കുന്നു. ഗ്രാമവണ്ടി സർവീസ് നടത്താനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. കുഴൂരിൽ ഗ്രാമവണ്ടി പദ്ധതി യാഥാർത്ഥ്യമാകുന്നു. ഒരു വർഷത്തേക്ക് 15 ലക്ഷം രൂപയാണ് KSRTC ഗ്രാമവണ്ടിക്ക് ഈടാക്കുക. പഞ്ചായത്ത് 1 ലക്ഷം രൂപ അഡ്വാൻസ് നൽകി കഴിഞ്ഞു. സ്കൂൾ തുറക്കുന്നതോടെ വിദ്യാർത്ഥികൾക്കും മറ്റ് യാത്രികർക്കും പദ്ധതി പ്രയോജനപ്പെടും. കേരളത്തിൽ ഗതാഗത സൗകര്യ വികസന ചരിത്രത്തിലെ ഒരു പുതിയ ആശയമാണ് ഗ്രാമവണ്ടി പദ്ധതി. ഒരു പഞ്ചായത്തിലെ സഞ്ചാരയോഗ്യമായ എല്ലാ റോഡുകളിലും എത്തുന്ന രീതിയിലായിരിക്കും ഗ്രാമവണ്ടികൾ സർവീസ് നടത്തുക.
ഗ്രാമീണ മേഖലയിൽ KSRTC ബസ്സുകൾ സർവീസുകൾ നടത്തുന്നത് ഗ്രാമീണ ഗതാഗത വികസനത്തിന് അത്യന്താപേക്ഷിതമാണ്. പ്രാദേശിക തലത്തിൽ കൂടുതൽ ബസ്സുകൾ അനിവാര്യമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് പുതിയ പദ്ധതിക്ക് തുടക്കമായത്. നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ ബസ്സുകൾ ലാഭകരമല്ലാതെ സർവീസ് നടത്താനാകാത്ത സ്ഥിതിയാണ്. പല ഉൾപ്രദേശങ്ങളിലും ബസ് സർവീസിന്റെ അപര്യാപ്തത നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ പദ്ധതി നടപ്പിലാക്കുന്നത്. KSRTC തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന പൊതുഗതാഗത സൗകര്യം കുറവുള്ള സ്ഥലങ്ങളിലേക്കും ഗ്രാമപ്രദേശങ്ങളിലേക്കും സാമൂഹ്യമായി പിന്നോക്കം നിൽക്കുന്ന മേഖലകളിലേക്കും പൊതുഗതാഗത സൗകര്യം ലഭ്യമാക്കുന്നതിന് ഗ്രാമവണ്ടി പദ്ധതി സഹായകമാകും. സർവീസ് നടത്തുന്ന ബസ്സുകൾക്ക് ഡീസലിനുള്ള തുക മാത്രം തദ്ദേശ സ്ഥാപനങ്ങൾ നൽകിയാൽ മതിയാകും. സ്റ്റേ ബസ്സുകൾ വേണ്ടി വന്നാൽ ഗ്രാമവണ്ടിയിലെ ജീവനക്കാരുടെ താമസം, പാർക്കിംഗ്, സുരക്ഷ എന്നീ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും വാഹനം, ജീവനക്കാരുടെ ശമ്പളം, മെയിൻ്റനൻസ്, സ്പെയർ പാർട്സുകൾ, ഇൻഷുറൻസ് എന്നിവയുടെ ചെലവ് KSRTCയും വഹിക്കും. 2022 മുതൽ KSRTC ഗ്രാമവണ്ടി പദ്ധതി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വേണ്ടി നടപ്പാക്കുന്നുണ്ട്. നൂതന ആശയമെന്ന രീതിയിൽ പദ്ധതി പരക്കെ സ്വാഗതം ചെയ്യപ്പെട്ടെങ്കിലും സാധാരണക്കാരന്റെ പണം വീണ്ടും KSRTCക്ക് ഒഴുക്കിയിട്ടും മെച്ചപ്പെടുന്നില്ല എന്നത് ദുരവസ്ഥയാണ്. വരും ദിവസങ്ങളിൽ കുഴൂരിലേക്ക് ആനവണ്ടി വരുമ്പോൾ ഏറെ സന്തോഷിക്കുക ഐരാണിക്കുളം സ്കൂളിലേക്കുള്ള കുട്ടികൾ, താണിശ്ശേരി സ്കൂൾ കുട്ടികൾ എന്നിവർ തന്നെയാകും. എന്നാൽ താൽക്കാലിക സമാശ്വാസമല്ല, ദീർഘകാല അടിസ്ഥാനത്തിലുള്ള നിർവഹണമാണ് കുഴൂരിന് ആവശ്യം. അതിന് KSRTC തന്നെ മുന്നിട്ടിറങ്ങണം. കോവിഡ് കാലത്തിനു ശേഷം നിർത്തിവെച്ച ഗ്രാമീണ മേഖലയിലേക്കുള്ള സർവീസുകൾ പുനരാരംഭിക്കണം. മീഡിയ ടൈം, മാള. അങ്കണവാടിയുടെ നിർമ്മാണത്തിനായി മണ്ണെടുത്ത കുഴിയിൽ വെള്ളം നിറഞ്ഞു കിടക്കുന്നത് അപകട ഭീഷണിയാകുന്നു. പൊയ്യ പഞ്ചായത്തിലെ കഴിഞ്ചിത്തറയിലാണ് അങ്കണവാടി നിർമ്മാണത്തിന് അടിത്തറ കെട്ടുന്നതിന് 6 അടി ആഴത്തിൽ കുഴിയെടുത്തത്. കുഴിയിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് അപകടമുണ്ടാകുമെന്ന് കാണിച്ച് വാർഡംഗം പ്രിയ ജോഷി ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. പൊയ്യ പഞ്ചായത്തിലെ കഴിഞ്ചിത്തറയിലാണ് അങ്കണവാടി നിർമ്മാണത്തിനായി മണ്ണെടുത്ത കുഴിയിൽ വെള്ളം നിറഞ്ഞ് അപകട ഭീഷണി ഉയർത്തുന്നത്. അങ്കണവാടി നിർമ്മാണത്തിന് അടിത്തറ കെട്ടുന്നതിന് 6 അടി ആഴത്തിലാണ് കുഴിയെടുത്തത്. എന്നാൽ മഴ പെയ്തതോടെ ഇവിടെ വെള്ളം കെട്ടിക്കിടക്കുകയാണ്. ഇതുമൂലം സമീപത്തെ വീട്ടുകാരുടെ ചുമർ ഭിത്തി ഇടിയുമെന്ന ഭീഷണിയിലാണ്. മാത്രമല്ല, കുട്ടികൾ ഓടിക്കളിക്കുമ്പോൾ ഈ വെള്ളക്കെട്ടിലേക്ക് വീണ് അപകടം ഉണ്ടായേക്കാം എന്ന ആശങ്കയും സമീപവാസികൾ പങ്കുവയ്ക്കുന്നുണ്ട്. 2-3 ആഴ്ചക്കൂടുതലായി കുഴി ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. ഇപ്പം ഞങ്ങളുടെ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. 2 പിള്ളേരുള്ളതാണ് എനിക്ക്. അവരിങ്ങനെ ഓടി വന്നിട്ടുണ്ടെങ്കിൽ നേരെ വീണ് ഇതിലോട്ടാണ്. അങ്ങനെ പേടിച്ചാണ് അച്ഛനെ ക്ഷീണിച്ചിട്ടുള്ളത്. ഇത് എത്രയും വേഗം ഈ പണിയൊന്ന് തീർത്ത് തന്നെ അപേക്ഷിക്കുന്നത്. ഇതിൽ നമ്മൾ കോൺട്രാക്ടർ വന്ന് എല്ലാ പേപ്പർ കാര്യങ്ങളും ഓക്കെയാണ്. പഞ്ചായത്തിൻ്റെ ആയാലും ജില്ലാ പഞ്ചായത്തിനായാലും MLAയുടെ ഇതായാലും എല്ലാ പേപ്പറും ഓക്കെയാണ്. പക്ഷേ ഇത് കോൺട്രാക്ടറിൻ്റെ അനാസ്ഥയാണ്. കോൺട്രാക്ടർ വന്നിട്ട് ഇവിടെ പണി തുടങ്ങാനുള്ള അപ്പോൾ കോൺട്രാക്ടർ ഇപ്പോൾ 6 അടി ഫൗണ്ടേഷൻ 6 അടിയാണ് ഇവിടെ താത്തിയതും എടുത്തു പോയത്. പക്ഷേ എൻ്റെ വീട് ഇതാണ്. ഈ വീടിൻ്റെ അവസ്ഥ എന്ന് വെച്ചാൽ ഇവിടുന്ന് മണ്ണിടിഞ്ഞ് പോകണം. എൻ്റെ വീടിന് അതൊരു ബുദ്ധിമുട്ട് വരും. ഈ അംഗൻവാടി തുടങ്ങാൻ വേണ്ടി എല്ലാ സൗകര്യവും ഞാൻ ചെയ്തു കൊടുക്കാമെന്ന് കോൺട്രാക്ടർ പറഞ്ഞിട്ടും കോൺട്രാക്ടർ പിന്നീടുള്ള തുടങ്ങാനുള്ള പരിപാടി അയാൾ ചെയ്യുന്നില്ല. അപ്പോൾ ഈ കോൺട്രാക്ടർ എന്താണ് ചെയ്യാത്തതെന്ന് നമ്മൾ നാട്ടുകാരെ അന്വേഷിച്ചപ്പോൾ ആൾക്ക് ഒരു താല്പര്യമില്ല ഇവിടെ ചെയ്യാൻ. അതുകൊണ്ട് ഈ അംഗൻവാടി എത്രയും പെട്ടെന്ന് പണി പൂർത്തീകരിക്കണമെന്നാണ് എൻ്റെ ഒരു താല്പര്യം. എഞ്ചിനീയറിംഗ് വിഭാഗം നടത്തിയ പരിശോധനയിൽ വെള്ളക്കെട്ടുള്ള സ്ഥലമാണെന്നും മണ്ണിന് ബലമില്ലെന്നും കണ്ടെത്തി. വെള്ളക്കെട്ടുള്ള സ്ഥലത്ത് പൈലിംഗ് നടത്തി വേണം കെട്ടിടം നിർമ്മിക്കാനെന്ന നിർദ്ദേശം ലഭിച്ചതോടെ അങ്കണവാടി നിർമ്മാണത്തിനായി കുഴിയെടുത്ത കരാറുകാരൻ മുങ്ങുകയായിരുന്നു. 3 വർഷം മുൻപാണ് അങ്കണവാടി കെട്ടിട നിർമ്മാണത്തിന് MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 22 ലക്ഷം രൂപ അനുവദിച്ചത്. എന്നാൽ നാളിതുവരെ പുതിയ അങ്കണവാടി കെട്ടിടം ആയില്ലെന്ന് മാത്രമല്ല, കുളം നിർമ്മിച്ച് സമീപവാസികളെ ദുരിതത്തിലാക്കിയ അവസ്ഥയാണെന്ന് വേണം പറയാൻ. അടിയന്തരമായി കുഴി മണ്ണിട്ട് മൂടി ജനങ്ങളുടെ ആശങ്കയ്ക്ക് പരിഹാരം കാണണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. അംഗനവാടി കെട്ടിട വാടക 4 വർഷത്തിൽ കൂടുതലായി വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നു. ഇപ്പോൾ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു തരണം എന്നുള്ള രീതിയിൽ അതിൻ്റെ ഉടമസ്ഥർ പറഞ്ഞു. 4 വർഷത്തോളം ഒരു കെട്ടിടത്തിലേക്ക് വാടകയ്ക്ക് താമസിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഈ കെട്ടിടം ഇപ്പോൾ തീരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ടീച്ചർമാരും ഈ പ്രദേശത്തുള്ള രക്ഷിതാക്കളും നാട്ടുകാരും എല്ലാവരും ആ രീതിയിൽ നിൽക്കുന്നത്. പക്ഷേ ഇപ്പോൾ
ഇത് ഒരു വലിയ കുഴിയെടുത്ത് വലിയ അപകടം, ഇപ്പോൾ അതിനേക്കാൾ കൂടുതൽ പേടിപ്പെടുത്തുന്ന അപകടത്തിലേക്ക് വരുന്ന രീതിയിൽ ഇതൊരു വലിയ കുഴിയെടുത്ത് അപകടം സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് വരുത്തി തീർത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിന് ബന്ധപ്പെട്ട അധികാരികൾ അതിനിടപെട്ട് ഈ പ്രവർത്തനം ഉടൻ ആരംഭിച്ച് ഈ കുഴി നികത്തി അതിന് മണ്ണ് ലെവലെങ്കിലും ഭൂമി ലെവലെങ്കിലും ആക്കി തീർക്കുന്ന പ്രവൃത്തികൾ എത്രയും പെട്ടെന്ന് നടത്തി തീർക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. പണി ഫുള്ളായിട്ടും എത്രയും പെട്ടെന്ന് നടത്തണം. അത് പക്ഷേ ഇപ്പോൾ ഈ അപകട ഭീഷണി തീർക്കുന്നതിന് വേണ്ടി ഈ ഭൂമി ലെവലിലുള്ള പ്രവർത്തനങ്ങളെങ്കിലും എത്രയും പെട്ടെന്ന് നടത്തണമെന്ന് കോൺട്രാക്ടറോടും ഈ അധികാരികളോടും ആവശ്യപ്പെടുകയാണ്. മീഡിയ ടൈം മാള. മലയാളിയുടെ നർമ്മസങ്കല്പത്തെ വാനോളമുയർത്തിയ ചിരിയുടെ സുൽത്താൻ കൊടുങ്ങല്ലൂരിന്റെ അഭിമാനമായ ബഹദൂറിന്റെ ചിരി മാഞ്ഞിട്ട് 25 വർഷങ്ങൾ. കുഞ്ഞാലുവിന്റെ ചിരിയോർമ്മകൾക്ക് മുൻപിൽ ബഹദൂർ സ്മൃതി ഒരുക്കി നാട് പ്രണാമം അർപ്പിച്ചു. ബഹദൂർ ചാരിറ്റി ട്രസ്റ്റിന്റെ പ്രഥമ സ്മൃതി പുരസ്കാരം TG രവിഹംസ കൊണ്ടാമ്പുള്ളിക്ക് സമ്മാനിച്ചു. ബഹദൂർ ട്രസ്റ്റും ബഹദൂർ സ്മൃതി കേന്ദ്രവും എടവിലങ്ങ് പഞ്ചായത്തും ബഹദൂർ വായനശാലയും ഫിലിം സൊസൈറ്റിയും ചേർന്നാണ് ബഹദൂർ സ്മൃതി സംഘടിപ്പിച്ചത്. ജന്മനാടായ എടവിലങ്ങ് കാരയിലെ ബഹദൂറിന്റെ നാമധേയത്തിലുള്ള ബഹദൂർ കൺവെൻഷൻ സെന്ററിൽ ബന്ധുക്കളും സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ആരാധകരും തിങ്ങി നിറഞ്ഞ ചടങ്ങിൽ ബഹദൂറിന് ലഭിച്ച പുരസ്കാരങ്ങൾ അടങ്ങിയ ബഹദൂർ ഹാൾ നടൻ ഇന്ദ്രൻസ് ഉദ്ഘാടനം ചെയ്തു. അഭിനയ രംഗത്തേക്ക് വന്നതു മുതൽ താൻ കുട്ടിക്കാലം മുതലേ കണ്ടു തുടങ്ങിയ ബഹദൂറിന്റെ അഭിനയം അനുകരിക്കാൻ ശ്രമിക്കാറുണ്ടായിരുന്നുവെന്നും ബഹദൂറിനുള്ള ഷർട്ട് തയ്ക്കാൻ അളവെടുക്കാൻ ചെല്ലുമ്പോഴുണ്ടാകുന്ന വിറയൽ ഇപ്പോഴും അനുഭവപ്പെടുന്നുവെന്നും ഇന്ദ്രൻസ് പറഞ്ഞു. സിനിമയിൽ എത്തുന്നതിന് മുൻപ് തന്നെ ഞാൻ ഒരുപാട് മനസ്സിൽ എനിക്ക് ആഗ്രഹിച്ച് ഇഷ്ടം തോന്നിയ ഒരു നടനാണ് ബഹദൂർ സാർ. സിനിമയിലും എപ്പോഴൊക്കെ ചെറുതിലെ അമ്മയുടെ കൂടെ കാണാൻ പോയൊരു സിനിമയിൽ ബഹദൂർ സാറ് തടിയെറുപ്പുകാരനായിട്ടാണ് അഭിനയിക്കുന്നത്. വളരെ സീരിയസ് ആയിട്ടാണ്. അതിനു മുൻപ് ഭയങ്കര കോമഡിയൊക്കെ കാണുകയും SP പിള്ള സാറും ബഹദൂർ സാറും ഒക്കെ ആയിട്ടുള്ള സീനുകൾ കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഭയങ്കര സീരിയസ് ആയിരുന്നു. അപ്പോൾ എനിക്ക് അച്ഛനെ പോലെ തോന്നി. എൻ്റെ അച്ഛനും ഇതേപോലെ മരമറക്കുകാരനാണ്. പിന്നീട് കുറേ കാലം കഴിഞ്ഞ് എങ്ങനെയോ ഞാൻ എൻ്റെ തൊഴിലിൻ്റെ ഭാഗം പിടിച്ചു തന്നെ സിനിമയിലെത്തി. അതന്ന് ബഹദൂർ സാറ് നായകനായിട്ട് അഭിനയിക്കുന്ന സിനിമയാണ്. ET ടൈസൺ MLA അധ്യക്ഷത വഹിച്ചു. MES പ്രസിഡന്റ് ഡോക്ടർ PA ഫസൽ ഗഫൂർ അനുസ്മരണ പ്രഭാഷണം നടത്തി. സംവിധായകൻ കമൽ ആമുഖ പ്രഭാഷണം നിർവഹിച്ചു. ബഹദൂർ ചാരിറ്റി ട്രസ്റ്റിന്റെ പ്രഥമ സ്മൃതി പുരസ്കാരം TG രവി ഹംസ കൊണ്ടാമ്പുള്ളിക്ക് സമ്മാനിച്ചു. ബഹദൂർ പുസ്തക പ്രകാശനം സംവിധായകൻ സുന്ദർദാസും ബഹദൂർ ഫോൺ റീവീലിംഗ് ആഷിഖ് അബുവും വെബ്സൈറ്റ് ലോഞ്ച് കമലും നിർവഹിച്ചു. തിരക്കഥാകൃത്ത് KR സുനിൽ, KH ഹുസൈൻ, അബ്ദുറഹിമാൻ കടപ്പൂർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ, സന്തോഷ് കൂരുചാലിൽ, ഡോക്ടർ PA മുഹമ്മദ് സയ്യിദ്, നിഷാന്ത് സാഗർ, തോമസ് മാത്യു, ലത്തീഫ് പടിയത്ത്, തോമസ് മാത്യു, ആസ്പിൻ അഷ്റഫ്, KS ജയ, KA അഫ്സൽ എന്നിവർ സംസാരിച്ചു. മീഡിയ ടൈം കൊടുങ്ങല്ലൂർ. മറ്റു വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. മതിലകം പുന്നിക്ക ബസാറിൽ പിക്കപ്പ് വാൻ ഇടിച്ച് വയോധികൻ മരിച്ചു. പുന്നിക്ക ബസാർ സ്വദേശി തളിയപ്പാടത്ത് ഗാദറാണ് മരിച്ചത്. ഇന്നലെ രാത്രി 7 മണിയോടെയായിരുന്നു അപകടം. നമസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്നിറങ്ങി റോഡ് മുറിച്ചു കടക്കവേ പിക്കപ്പ് വാൻ ഇടിച്ചായിരുന്നു അപകടം. ഉടൻ തന്നെ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇന്ന് പുലർച്ചെ മരണപ്പെടുകയായിരുന്നു. മതിലകം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കനത്ത മഴയിൽ കയ്പമംഗലത്ത് മരക്കൊമ്പ് ഒടിഞ്ഞു വീണ് വീടിന് നാശനഷ്ടം. കൂരിക്കുഴി ദുബൈ റോഡിൽ മതിലകത്ത് വീട്ടിൽ അബ്ദുറഹ്മാന്റെ വീടിന് മുകളിലാണ് പുളിമരക്കൊമ്പ് ഒടിഞ്ഞു വീണത്. ഇന്ന് വൈകിട്ട് 4:30യോടെയായിരുന്നു സംഭവം. കനത്ത കാറ്റിലും മഴയിലും പറമ്പിലെ പുളിമരത്തിന്റെ കൊമ്പ് ഒടിഞ്ഞ് ഓടിട്ട വീടിന് മുകളിൽ വീഴുകയായിരുന്നു. ശബ്ദം കേട്ട് വീട്ടുകാർ ഓടി മാറിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വീടിന്റെ മുൻഭാഗത്ത് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തിയിരുന്നു. മാളയിൽ റോഡിലേക്ക് ചക്കകൾ വീണ് അപകടം സൃഷ്ടിക്കുന്നതായി പരാതി. മാള വടമ പട്ടാളപ്പടിക്ക് സമീപം സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ പ്ലാവിന്റെ കൊമ്പുകൾ റോഡിലേക്ക് ചാഞ്ഞാണ് നിൽക്കുന്നത്. മാത്രമല്ല ഇതിലെ ചക്കകൾ പഴുത്ത് പൊതുമരാമത്ത് റോഡിലേക്ക് വീഴുന്ന അവസ്ഥയാണ്. നിരവധി വാഹനങ്ങൾ സഞ്ചരിക്കുന്ന റോഡാണിത്. യാത്രക്കാർ തലനാരിഴക്കി ചക്ക വീണ് അപകടത്തിൽപ്പെടാതെ രക്ഷപ്പെടുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന പ്ലാവിന്റെ കൊമ്പുകൾ വെട്ടിമാറ്റുകയും ചക്കകൾ നീക്കം ചെയ്യുകയും ചെയ്ത് യാത്രക്കാരുടെ സഞ്ചാരം സുഗമമാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു.
പുതുക്കാട് പമ്പിൽ ഇന്ധനം നിറയ്ക്കുന്നതിനിടയിൽ മുന്നോട്ടെടുത്ത കാറിന്റെ ടാങ്കിൽ വെച്ചിരുന്ന നോസിൽ തലയിൽ വന്നിടിച്ച് ജീവനക്കാരന് ഗുരുതരമായി പരിക്കേറ്റു. ചെങ്ങാലൂർ സ്വദേശി മുള്ളങ്കര വീട്ടിൽ 75 വയസ്സുള്ള ദേവസിക്കാണ് പരിക്കേറ്റത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ദേവസി തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വെള്ളിയാഴ്ച രാവിലെ പുതുക്കാട് പുളിക്കൻ ഫ്യൂവെലിലാണ് സംഭവം. കാർ ഡ്രൈവറുടെ അശ്രദ്ധയാണ് അപകടത്തിന് കാരണമെന്ന് പറയുന്നു. അപകട ദൃശ്യങ്ങൾ പമ്പിലെ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്തർ MP നയിക്കുന്ന മഹിളാ സാഹസ് കേരള യാത്രയ്ക്ക് അന്നമനടയിൽ സ്വീകരണം നൽകി. സ്വീകരണ യോഗം മുൻ MP രമ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. ഉറപ്പിച്ചു പറയുവാൻ സാധിക്കും, ഈ സാഹസ് ജാഥ തുടങ്ങുന്ന സമയം കോൺഗ്രസിന്റെ പല നേതാക്കന്മാരും ജെബി മേത്തറിനോട് ചോദിച്ചിട്ടുണ്ട്, മണ്ഡലം തലങ്ങളിലേക്കൊക്കെ പോകണോ, അതൊക്കെ നടത്താൻ കഴിയുമോ എന്ന ആശങ്ക പ്രകടിപ്പിച്ച ആളുകളൊക്കെയുണ്ട്. കാസർഗോഡ് നിന്ന് ദേശീയ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ MPയുടെ കൈകളിൽ നിന്ന് പതാക ഏറ്റുവാങ്ങി ഈ ജാഥ തുടങ്ങിയതിന് ശേഷവും ഒരുപാട് ആളുകൾ ചോദിച്ചു, ഇതൊരു വലിയ യാത്രയാണ്, എല്ലാ മണ്ഡലങ്ങളിലൂടെയും. എത്ര മണ്ഡലം ചേട്ടാ? 1000 ചോദ്യം ഉണ്ട്, ഉത്തരം പറയാൻ മറന്നുപോകരുത്. എത്രത്തോളം ശ്രദ്ധയുണ്ടെന്ന് നോക്കാൻ. 1000 ചേട്ടൻ പറഞ്ഞു 1000. കണ്ടോ തെറ്റിച്ചു. എത്ര ചേട്ടാ? എന്നാണ് പറഞ്ഞിട്ടേ ഞങ്ങൾ പോകുന്നുള്ളൂ. 1474. ഇനി ചേട്ടൻ മറന്നു പോവില്ല. 1474 മണ്ഡലങ്ങളിലൂടെ പോകാൻ പറ്റുമോ? 162 ദിവസം. ഒരു സ്ത്രീയാണ്, ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, പ്രയാസമുണ്ട്, ഒരു അമ്മയാണ്, ഒരു മകളാണ്, മരുമകളാണ്. പോകാൻ പറ്റുമോ? പ്രത്യേകിച്ച് പാലക്കാടേക്കൊക്കെ എത്തിച്ചേരുമ്പോൾ അട്ടപ്പാടിയിലൊക്കെ പോകാൻ പറ്റുമോ? മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ധന്യ ദേവദാസ് അധ്യക്ഷത വഹിച്ചു. A പ്രസാദ്, KR പ്രമീള, T നിർമ്മല, ടെസി ടൈറ്റസ്, OJ ജെനീഷ്, ജയലക്ഷ്മി ദത്തൻ, VA അബ്ദുൽ കരീം, PK തിലകൻ തുടങ്ങിയവർ സംസാരിച്ചു. ചാലക്കുടി ഫൊറോന പള്ളിയുടെ കൂടൊരുക്കാൻ കൂടെയുണ്ട് എന്ന ഭവന നിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച തീർത്ഥാടന കിണറിന്റെ ഉദ്ഘാടനം നടന്നു. നഗരസഭ ചെയർമാൻ ഷിബു വാലപ്പൻ ഉദ്ഘാടനം നിർവഹിച്ചു. ചാലക്കുടി സെന്റ് മേരീസ് ഫൊറോന പള്ളി വികാരി ഫാദർ വർഗീസ് പാത്താടൻ വെഞ്ചിരിപ്പ് നടത്തി. മുൻ ഗവൺമെന്റ് ചീഫ് വിപ്പ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ, നഗരസഭ പ്രതിപക്ഷ പാർലമെന്ററി പാർട്ടി ലീഡർ CA സുരേഷ്, ഇരിഞ്ഞാലക്കുട മുനിസിപ്പൽ കൗൺസിലർ സന്തോഷ് ബോബൻ, ചാലക്കുടി നഗരസഭ UDF പാർലമെന്ററി പാർട്ടി ലീഡർ അഡ്വക്കേറ്റ് ബിജു S ചിറയത്ത് എന്നിവർ സംസാരിച്ചു. കേരളത്തിൽ ഇന്ന് കാണുന്ന പല വൻകിട പദ്ധതികളുടെയും ഉപജ്ഞാതാവ് പനമ്പിള്ളി ഗോവിന്ദമേനോൻ ആയിരുന്നുവെന്ന് ജസ്റ്റിസ് K നാരായണക്കുറുപ്പ് അനുസ്മരിച്ചു. തിരുക്കൊച്ചി മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയുമായിരുന്ന പനമ്പിള്ളി ഗോവിന്ദമേനോന്റെ 55ാം ചരമദിനത്തിൽ പനമ്പിള്ളി ജന്മശതാബ്ദി ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ പനമ്പിള്ളി പ്രതിമയ്ക്ക് മുൻപിൽ നടന്ന അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. JB മേത്തർ MP അധ്യക്ഷനായിരുന്നു. സനീഷ് കുമാർ ജോസഫ് MLA, മുനിസിപ്പൽ ചെയർമാൻ ഷിബു വാലപ്പൻ, പനമ്പിള്ളി ജന്മശതാബ്ദി ഫൗണ്ടേഷൻ ട്രഷറർ സജി റാഫേൽ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ണൂരുമഠത്തിൽ, രമ്യ ഹരിദാസ്, CG ബാലചന്ദ്രൻ, OS ചന്ദ്രൻ, വിൽസൺ മേച്ചേരി, VO പൈലപ്പൻ, MD ഡേവിസ്, ഷോൺ പല്ലിശ്ശേരി, K ജെയിംസ് പോൾ, ഷാഹുൽ പണിക്കവീട്ടിൽ, ജോണി പുല്ലൻ, ജോർജ് തോമസ് എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ ചാലക്കുളത്ത് കൃഷി ചെയ്ത കല്ലുമ്മക്കായുടെ വിളവെടുപ്പ് നടത്തി. കേന്ദ്ര സർക്കാരിന്റെ SCSP പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൊച്ചിയിലെ കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിന്റെ പൂർണ്ണ സാങ്കേതിക സഹായത്തോടുകൂടി പട്ടികജാതി വിഭാഗങ്ങൾക്കായി 100% സബ്സിഡിയോടെയാണ് കല്ലുമ്മക്കായ കൃഷി ചെയ്തത്. കൊടുങ്ങല്ലൂർ നഗരസഭ വൈസ് ചെയർമാൻ VS ദിനിൽ വിളവെടുപ്പ് മേള ഉദ്ഘാടനം ചെയ്തു. നഗരസഭ പ്രതിപക്ഷ നേതാവ് TS സജീവൻ, CMFRI പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് രമ എന്നിവർ മുഖ്യാതിഥിയായിരുന്നു. വാർഡ് കൗൺസിലർ KS ശിവറാം അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ രമ, ഡോക്ടർ R വിദ്യ എന്നിവർ സംസാരിച്ചു. ചാലക്കുടിയിൽ വള്ളിച്ചെടി പടർന്നു പന്തലിച്ച വീട് കൗതുകമാകുന്നു. ഇറിഗേഷൻ ക്വാർട്ടേഴ്സ് റോഡിലാണ് വള്ളിച്ചെടി പടർന്നു പന്തലിച്ച വീട്. വർഷങ്ങളായി വീട്ടിൽ താമസമില്ലാതായതോടെയാണ് വീടിന് മുകളിൽ വള്ളിച്ചെടി പടർന്നത്. ഓടിട്ട മേൽക്കുരയും പൂർണ്ണമായും ചെടിയുടെ ഇലകൾ കൊണ്ട് മൂടിയിരിക്കുകയാണ്. കനത്ത വെയിലിലും വള്ളിച്ചെടി പുതച്ച വീട് പച്ചപ്പ് നിറഞ്ഞാണ് നിൽക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും.
കൊച്ചിയിലെ റോഡുകളും ദേശീയപാതയും തകർന്ന സംഭവത്തിൽ സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് ഹൈക്കോടതി. ദേശീയപാത തകർന്നതിൽ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം. കൊടുങ്ങല്ലൂർ മുതൽ കരൂപ്പടന പാലം വരെ BMBC ടാറിടൽ മഴയ്ക്ക് മുമ്പ് പൂർത്തിയാക്കാൻ KSTP തിരക്കിട്ട ശ്രമം തുടങ്ങി. നേരത്തെ നിശ്ചയിച്ചിരുന്ന കരാർ ഉടമ്പടികളിൽ BMBC ടാറിടൽ ഉൾപ്പെട്ടിരുന്നില്ല. കുഴൂരിലെ സ്കൂളുകൾക്ക് ആശ്വാസമാകാൻ പഞ്ചായത്ത്. കുഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രദേശത്തേക്ക് KSRTCയുടെ ഗ്രാമവണ്ടി ഒരുക്കുന്നു. മീഡിയ ടൈം പ്രത്യേക വാർത്താ പരമ്പര ആനവണ്ടിയെ ആര് രക്ഷിക്കും? ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.